സ്കില്ല് പഠിക്കുന്നത് ഈസിയാണ്, പക്ഷേ സ്കില്ല് പഠിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവിടെയാണ് ആൾക്കാർ ജോലി ക്രാക്ക് ചെയ്യുന്നതും ഓർ ബിഗർ പൊസിഷൻസിലോട്ട് പോകുന്നത്. ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ വെരി ക്ലിയർലി. ഇപ്പം റിലയൻസിൻ്റെ കേസോ അല്ലെങ്കിൽ ലുലുവിൻ്റെ കേസോ നെസ്ലയുടെ കേസോ എടുത്താൽ ദേ ആർ ഓൾ റണ്ണിങ് ഇൻ ERP ആൻഡ് SAP ഈസ് ദ ബിഗസ്റ്റ് ERP റണ്ണിങ് ഇൻ ദ വേൾഡ്. ഈ കമ്പനീസിന് SAP റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെയാണ് SAPയിലുള്ള ജോബ് റിക്വയർമെൻറ്റ്സ്. സോ ഇനിയുള്ള ഗ്രോത്ത് ഇനി കുറയാൻ പോകുന്നില്ല, ഡെഫിനറ്റ്ലി അത് കൂടാനേ പോകുന്നു. നിങ്ങളൊരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ് കരിയർ ആണ് നോക്കുന്നതെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ വുഡ് ബി SAP. ഇവിടെ 2 സെഗ്മെന്റ്സ് വരുന്നുണ്ട്. ഒന്ന് SAP ഡയറക്ട്ലി യൂസ് ചെയ്യുന്ന കമ്പനീസിൽ എൻഡ് യൂസർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് വരുന്നൊരു സാലറി പാക്കേജ് വരുന്നത് ബിറ്റ്വീൻ 4 to 5 LP ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ആൻഡ് വേറൊരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കൺസൾട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ TCS ഇപ്പോൾ SAP കൺസൾട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ അവിടെ വരുമ്പോൾ ഒരു സാലറി പാക്കേജ് ബിറ്റ്വീൻ ഒരു 4 to 8 lakhs ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് വരുന്നത്. ഇത് പഠിക്കാനായിട്ട് ഫ്രഷേഴ്സ് വരുന്നുണ്ട്, അപ്സ്കില്ലേഴ്സ് വരുന്നുണ്ട്, കരിയർ സ്വിച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പം ഈക്വലി 3 പേർക്കും ഒരു 3 സെഗ്മെന്റ്സ് ഓഡിയൻസ് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കോഴ്സിനെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, റിയൽ ടൈം പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ള മെന്റേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്.